ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള ഒരു ടൈംലെസ് ടാരോ ഗൈഡൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ, ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, എന്തൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയതായി ഒരു തുടക്കം ഉണ്ടാകാൻ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കുറേ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് വരിക. അതായത് പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. എന്താ പറയുക, ഇനിയും ചാലഞ്ചസ് ഉണ്ടാവും. അങ്ങനത്തെ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല, അങ്ങനത്തെ വേർസ്റ്റ് കേസ് സിനാരിയോസ് നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതലായി വരുന്നുണ്ട്. അങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതലായി വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോ ഒരു ഗുഡ് ന്യൂസ് കിട്ടുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഫസ്റ്റ് പോവുക ഒരു സന്തോഷം ഉണ്ടാവും. കുറെ സന്തോഷത്തിന് പിന്നാലെ അതായത് വളരെ പെട്ടെന്നാണ് ഉള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് സംഭവിക്കുമോ എന്നൊരു ചിന്ത, ഒരു പേടി, ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഭയം, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് വരിക. അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങൾക്കുള്ളിലുണ്ട് എങ്കിലൊക്കെ, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ അത് ഹീൽ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു മുറിവ്, അതാണ് അല്ലെങ്കിൽ ഒരു ട്രോമയാണ് അതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നല്ല കാര്യം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കുക ആദ്യം, പക്ഷെ പിന്നാലെ ഒരു പേടി വരിക. ഇത് കുറച്ചാളത്തേക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഈ സന്തോഷം കുറച്ചാൾ കഴിഞ്ഞാൽ പോവും, അങ്ങനത്തെ കുറെ ചിന്തകൾ. ഓക്കെ, അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് അങ്ങനത്തെ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു കാര്യവും ഉണ്ടാവില്ല, ഒരു ക്ലൂവും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലത്തെ തോന്നലാണ് ഈ സന്തോഷം അധിക കാലം ഉണ്ടാകില്ല എന്നുള്ളത്. അത് നിങ്ങളുടെ ഉള്ളിലെ ഇതുവരെയും റിലീസ് ആകാത്ത ഏതെങ്കിലും ഒരു ട്രോമ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു മുറിവിന്റെ ബാക്കിപത്രമാണ്. ഓക്കെ, അതെടുത്ത് അത് കളയണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയാലാണ് നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ, നല്ല നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഫുള്ളി അതിലായിരിക്കാനും സന്തോഷിക്കാനും ആ ഒരു പോസിറ്റീവ് എനർജിയിൽ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളോട് അതിൽ ഫോക്കസ് ചെയ്യാനാണ് പറയണേ, ആ റിലീസിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ. ഓക്കെ, ആ പർട്ടിക്കുലർ ആ ഒരു ടെൻഡൻസി എന്താണ്, ആ ഒരു എന്തുകൊണ്ടാണ് അങ്ങനത്തെ ചിന്തകൾ വരുന്നത്, അത് നിങ്ങൾ ഒരു സമയത്ത് സ്വസ്ഥമായി ഇരുന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കാരണം കിട്ടും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ ഉടനെ ഒരു നെഗറ്റീവ് ചിന്തയും കൂടെ വരുന്നത്, എന്തുകൊണ്ടാണ് ഓക്കെ എന്നുള്ള അത് നിങ്ങളുടെ ഉള്ളിൽ വരും. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത്, അപ്പൊ നിങ്ങൾക്ക് അതെങ്ങനെ നിങ്ങൾ പിന്നിലേക്ക് റിവേഴ്സ് അടിച്ച് പോകുന്ന പോലെയാണ്. കണക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഏത് അനുഭവത്തിൽ നിന്നാണ് ഈ ഭയം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിൽ വളരെയധികം ഫോക്കസ് ചെയ്ത് ഇപ്പൊ അതിനെ വിട്ട് സമയം ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയണത്. അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെ അത്യാവശ്യമാണെന്ന് കേൾക്കുന്നു. ഓക്കെ, താങ്ക് യു.